ഹലോ, വെൽക്കം ടു ലിറ്ററേച്ചർ ഇൻസൈറ്റ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിറ്ററേച്ചർ ഇൻ ഇക്കോളജി പേപ്പറിൽ വരുന്ന ജോൺ ബോൺസൈഡിന്റെ പെനിറ്റൻസ് എന്ന് പറയുന്ന പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു പോയത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും ആൻഡ് അതുപോലെ തന്നെ അതിന്റെ അനാലിസിസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ ചെറിയൊരു നോട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന ആ സമയം തന്നെ നോട്ട്സ് എഴുതിയെടുക്കാനായിട്ടും ശ്രമിക്കണം. അപ്പോ ഈ ഒരു പെനിറ്റൻസ് എന്ന് പറയുന്ന പോം ടോട്ടൽ 7 സ്റ്റാൻസയാണ് ഇതിൽ വരുന്നത്. സോ നമുക്ക് പോയത്തിന്റെ സമ്മറിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റാൻസ. I was driving into the wind on a northern road, the redwood swaying around me like a black ocean. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ സ്പീക്കർ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോർത്തേൺ സൈഡിലുള്ള ഒരു റോഡിലൂടെയാണ് ആള് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ സമയം തന്നെ നല്ല ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വിൻഡ് വീശുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ, the redwood swaying around me like a black ocean. അപ്പോ നിറച്ച് ചുറ്റും മരങ്ങളാണ്. ഓക്കെ, ഈ ഒരു റോഡ് അതിന്റെ നടുക്കിലൂടെയാണ് ഈ ഒരു റോഡ് പോകുന്നത്. അപ്പൊ അതിന്റെ രണ്ട് വശങ്ങളിലും നിറയെ മരങ്ങളാണ്. റെഡ് വുഡ്സ് എന്ന് പറയുന്നത് വലിയ വലിയ ടോൾ ട്രീസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാറ്റില് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ സ്പീക്കറിന് തോന്നുന്നത് ഒരു ബ്ലാക്ക് ഓഷ്യൻ പോലെ എന്നാ പറയുന്നത്. ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ ബിഗ് ഡാർക്ക് സീ. വലിയ ഇരുണ്ട ഒരു കടല് പോലെയാണ് സ്പീക്കറിന് ആ ഒരു കാറ്റിലാടുന്ന മരങ്ങൾ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ. I had drifted off and I didn't see the deer till it bounced away, the back legs swimming outwards as I braked and swerved into the tinder of the verge. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? I had drifted off, I didn't see the deer. അപ്പോ നമ്മുടെ സ്പീക്കർ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം ആള് എന്തോ ഒരു വലിയൊരു ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ he was completely lost in thought. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ചുറ്റും നടക്കുന്നൊന്നും ആള് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് തന്നെയാണോ. അങ്ങനെ പോകുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യുന്നില്ല, മുന്നിലൂടെ കടന്നു വന്ന ഒരു മാൻ, ഒരു ഡിയറിനെ ഇദ്ദേഹം കണ്ടില്ല. ഓക്കെ, സ്പീക്കർ wasn't paying attention and didn't see a deer until it suddenly moved. പെട്ടെന്ന് അതിങ്ങനെ മൂവ് ചെയ്യുന്നത്, അത് പെട്ടെന്ന് ഇങ്ങനെ ചാടി എന്താ പറയാ മറിഞ്ഞു പോകുന്നത് വരേക്കും നമ്മുടെ സ്പീക്കർ ആ ഒരു ഡിയറിനെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് he was lost in thought. Next line, till it bounced away, the back legs swimming outwards. അപ്പോ ഡിയർ പെട്ടെന്ന് ഒരു വണ്ടി കാണുമ്പോ ഇങ്ങനെ എടുത്ത് ചാടുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്. and its back legs swung out to the side. അപ്പൊ ഒരു വസ്തുവായിട്ട് അതിങ്ങനെ മാറുകയാണ്. As I braked and served into the tinder of the verge. അപ്പോ പെട്ടെന്നാണ് ആള് അത് റിയലൈസ് ചെയ്യുന്നത്, തന്റെ മുന്നിലൂടെ ഒരു മാന് പെട്ടെന്ന് ചാടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിന് ഉടനെ തന്നെ നമ്മുടെ സ്പീക്കർ ബ്രേക്ക് ചവിട്ടുകയാണ്. ആൻഡ് അതായത് ആ ഒരു ഡിയറിനെ ഇടിക്കാതിരിക്കാനായിട്ട് പരമാവധി അദ്ദേഹം അവോയ്ഡ് ചെയ്തിട്ടാണ് ആ ഒരു ബ്രേക്ക് ഇടുന്നത്. ഓക്കെ, അങ്ങനെ അത് എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഡിയർ ഒരു വശത്തോട്ടായിട്ട് അത് വീഴാണ് ഉണ്ടാവുന്നത്. അതാണ് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. Next stanza. Soon as I stopped, the headlamps filled with moths, and something beyond the trees was tuning in. A hard attention boring through my flesh to struck the bone. എന്താണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്? Soon as I stopped, the headlamps filled with the moths. അപ്പൊ നമ്മുടെ സ്പീക്കർ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോ ആ ഒരു സമയം ആ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ്സിലൊക്കെ നിറയെ മോഡ്സ് വന്നിട്ട് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മോഡ്സ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു ഇൻസെക്ട് ആണ്. ഈ ലൈറ്റ്സ് ഒക്കെ കണ്ട അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഇൻസെക്ട് ആണ് മോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുന്നുണ്ട്. സംതിങ് ബിയോണ്ട് ദ ട്രീസ് വാസ് ട്യൂണിങ് ഇൻ. അപ്പോ ആളെ ഒരു കാറിൽ ഇരുന്നുകൊണ്ട് ചുറ്റും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാണ്. ആ ഒരു സമയത്ത് ചുറ്റുള്ള മരങ്ങളുടെ ഇടയിൽ നിന്നും ഒരു കൈൻഡ് ഓഫ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നമ്മുടെ സ്പീക്കറിന് പതിയെ ഇങ്ങനെ ഫീൽ ചെയ്യണം. A hard attention boring through my flesh to struck the bone. അപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള എന്തോ ഒരു ഫീല് സ്പീക്കറിന് ഇങ്ങനെ തോന്നുകയാണ്. മേ ബി അവിടുത്തെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഫിസിക്കലി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അവെയർനെസ് ആയിരിക്കണം അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്.
Next stanza. The shudder took so long to end. I thought the animal had slipped beneath the wheels and lay there quivering. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോ സ്പീക്കറിന് ആ ഒരു സമയത്ത് ഒരു ഷിവർ, ഒരു വിറ ആൾക്ക് അനുഭവപ്പെടുകയാണ്. കുറെ നേരത്തേക്ക് അത് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. I thought the animal had slipped beneath the wheels and lay there quivering. അപ്പോ നമ്മുടെ സ്പീക്കർ വിചാരിച്ചത് ആള് ഓടിച്ചു വന്ന ആ ഒരു കാറ് ഈ ഒരു ഡിയറിനെ തട്ടിയിട്ടുണ്ട്. മേ ബി അത് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഷേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വിറച്ച് കിടക്കുന്നുണ്ടാവാം എന്നാണ് സ്പീക്കർ വിചാരിക്കുന്നത്. Next stanza. I left the engine running, stepped outside. Away at the edge of the light, a body shifted amongst the leaves. And I wanted to go to help to make it well. But every step I took pushed it away. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോ നമ്മുടെ സ്പീക്കർ കാറിന്ന് ഇറങ്ങാണ്, പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി അപ്പോ എഞ്ചിൻ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാർ ഓഫ് ചെയ്തിട്ടില്ല. Away at the edge of the light, a body shifted amongst the leaves. അപ്പൊ സ്പീക്കർ എന്തോ ഒന്ന് ആ ഒരു ഹെഡ്ലൈറ്റ്സിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റിന്റെ ആ ഒരു എഡ്ജ് ഭാഗത്തായിട്ട് എന്തോ ഒന്ന് മൂവ് ചെയ്യുന്ന പോലെ ആളിങ്ങനെ കാണുന്നുണ്ട്. ലൈക്ലി ഡിയർ, ആ ഒരു ഡിയറിനെ പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് സ്പീക്കർ കാണുന്നുണ്ട്. And I wanted to go to help to make it well. അപ്പോ സ്പീക്കറിന് അതിന്റെ അടുത്ത് ചെല്ലണമെന്നുണ്ട്. എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പരിക്കുകൾ പറ്റിയോ എന്നുള്ളത് അറിയാനായിട്ട് അതിന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. ബട്ട് എവറി സ്റ്റെപ്പ് ഐ took pushed it away. പക്ഷെ ഓരോ പ്രാവശ്യം ഞാൻ അതിന്റെ അടുത്തേക്ക് പോവാനായിട്ട് അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും തോറും അത് എന്നിൽ നിന്നും, ആ ഒരു ഡിയർ എന്നിൽ നിന്നും മൂവ് ചെയ്ത് പോകുന്നത് പോലെ സ്പീക്കറിന് തോന്നുകയാണ്. അതാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. Next stanza. Oh no, that's not the truth, or all the truth. Now I admit my own fear held me back. Not fear of the dark, or that presence bending the trees. Not even fear exactly, but the dread of touching, of colliding with that pain. I stood there in the river of the wind for minutes. Then I walked back to the car and drove away. എന്താണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്? Or no, that's not the truth, or all the truth. സ്പീക്കർ ഇനി കുറച്ച് കാര്യങ്ങൾ ഇനി അഡ്മിറ്റ് ചെയ്യാണ്. ആളുടെ ഒരു കൺഫെഷൻ ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ആള് ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമല്ല. ഇറ്റ് വാസ് എൻ എൻറ്റയർലി ട്രൂ. Now I admit my own fear held me back. സ്പീക്കർ പറയാണ്, എന്റെ ഉള്ളിലുള്ള എന്തോ ഒരു ഭയം, എന്തോ ഒരു പേടിയാണ്, എന്തോ ഒരു ഫിയർ ആണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്. Not fear of the dark, or that presence bending the trees. പക്ഷെ ആ ഒരു ഭയം എന്ന് പറയുന്നത് ഇരുട്ടിന് പേടിയായതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു മരങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നമ്മുടെ സ്പീക്കറിന് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നുമല്ല, ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളും അല്ല എന്നെ എന്താ പറയാ പേടിപ്പെടുത്തുന്നത്. Not even fear exactly, but the dread of touching, of colliding with that pain. എന്താണ് അദ്ദേഹം പറയുന്നത്? അതായത് ആ ഒരു ഡിയറിന്റെ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ഡിയർ സഫർ ചെയ്യുന്നത് കാണാനുള്ള ശേഷി നമ്മുടെ സ്പീക്കറിനില്ല. It was more like a fear of connecting with the pain. That is, മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരാനുള്ള ഒരു ഭയം. അതാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. ഇപ്പോ എന്താണ് സ്പീക്കർ വിചാരിച്ചത്? സ്പീക്കർ ഡ്രൈവ് ചെയ്ത് വന്ന കാറ് ആ ഒരു ഡിയറിനെ തട്ടി അതൊരു വശത്ത് മേ ബി ബ്ലഡ് ഒക്കെ പോയിട്ട് ഇങ്ങനെ ഷിവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോ അതിന്റെ ആ ഒരു വേദനയിൽ പങ്കുചേരാൻ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ വരാൻ സ്പീക്കറിന് പേടിയാണ്. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വേദനയിൽ കണക്റ്റഡ് ആവാനുള്ള ഒരു ഭയമാണ് ആളെല്ലാത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത്. അതല്ലാതെ ആൾക്ക് ആ ഒരു ഇരുട്ട് പേടിയായതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രസൻസ് ആളെ പേടിപ്പെടുത്തുന്നത് കൊണ്ടോ ഒന്നുമല്ല. പിന്നെ ആള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡിയറിന്റെ അടുത്തേക്ക് ഞാൻ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും തോറും അത് എന്നിൽ നിന്ന് മൂവ് ചെയ്ത് പോവാന്ന് പറഞ്ഞു. ഒരിക്കലും ആ ഒരു ഡിയർ അല്ല മൂവ് ചെയ്ത് പോയത്, പകരം ആരാണ്? നമ്മുടെ സ്പീക്കർ തന്നെയാണ്. കാരണം എന്താണ്? ആൾക്ക് ആ ഒരു ഡിയർ വേദനിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ അത് സഫർ ചെയ്യുന്നത് കാണാനുള്ള ഒരു ശേഷി, ഒരു ഹെൽപ്പ് നമ്മുടെ സ്പീക്കറിനില്ല. അതുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്? അവിടുന്ന് ഇങ്ങനെ മാറി പോകുന്നത്. ഐ സ്റ്റുഡ് ദർ ഇൻ ദ റിവർ ഓഫ് ദ വിൻഡ് ഫോർ മിനിറ്റ്സ്. അപ്പൊ ഒരുപാട് നേരം ആൾ അവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫീലിംഗ് ദി സ്ട്രോങ് വിൻഡ്, അതേ സമയം തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. Then I walked back to the car and drove away. കുറെ നേരം അവിടെ നിന്നു, പക്ഷെ പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ തിരിച്ച് കാറിലോട്ട് കയറി അവിടുന്ന് വണ്ടിയെടുത്ത് കാറെടുത്ത ആള് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ആൻസർ. I want to think that deer survived,
or if it died, it slipped into the blackness unawares. But now, and then I drive out to the woods and park the car, the headlamps filled with moods. The woods tune in. I listen to the night and hear an echo fading through the trees. My own flesh in the body of the deer still resonant, remembered through the fender. എന്താണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്? ദാറ്റ് ഈസ് നമ്മുടെ സ്പീക്കർ അഗെയിൻ ആ ഒരു ഡിയറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് സ്പീക്കർ ഇങ്ങനെ വിചാരിക്കുകയാണ്, ആ ഒരു എൻകൗണ്ടറിൽ ആ ഒരു ഡിയറിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവല്ലേ, അത് സർവൈവ് ചെയ്തിട്ടുണ്ടാവണേ എന്നുള്ളത് സ്പീക്കർ ആഗ്രഹിക്കുകയാണ്. Or if it died, it slipped into the blackness unawares. ഇനി അഥവാ ആ ഒരു കാർ ഇടിച്ചിട്ട് ആ ഒരു ഡിയർ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്പീക്കർ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഒരുപാടൊന്നും സഫർ ചെയ്തിട്ടുണ്ടാവല്ലേ, ഓക്കെ, ഒരുപാടൊന്നും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവല്ലേ എന്നുള്ളത് കൂടി ആൾ ആഗ്രഹിക്കുകയാണ്. But now, and then I drive out to the woods. ഇനി അഗെയിൻ നമ്മുടെ സ്പീക്കർ നേരത്തെ ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്തോട്ട് ആള് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. And park the car, the headlamps fill with moods. അപ്പോ കാർ പാർക്ക് ചെയ്യുന്നു. നേരത്തെ ഉണ്ടായ പോലെ തന്നെ ആ ഒരു ഹെഡ്ലാംപ്സിൽ നിറയെ മൂഡ്സ് വന്ന് ഫിൽ ആയിട്ടിരിക്കുന്നുണ്ട്. ദ വുഡ്സ് ട്യൂൺ ഇൻ. അപ്പൊ അത്തരത്തിലുള്ള മരങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മരങ്ങളുടെ ഇടയിൽ നിന്നും നേരത്തെ ഉണ്ടായ പോലെ തന്നെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് സ്പീക്കറിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ലിസൺ ടു ദ നൈറ്റ്. ഈ സ്പീക്കർ ആ ഒരു രാത്രിയെ കേൾക്കാണ്. ഇവിടെ രാത്രിയെ കേൾക്കാന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം രാത്രിയെ കഴിഞ്ഞാൽ പലതരം ജന്തുക്കളുടെ സൗണ്ട്സ് ഉണ്ടാവൂല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സൗണ്ട്സ് ആളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിയർ ആൻ എക്കോ ഫേഡിങ് ത്രൂ ദ ട്രീസ്. ആ ഒരു സമയത്ത് ആ ഒരു ട്രീസിന്റെ ഇടയിൽ നിന്നും ഒരു എക്കോ പോലത്തെ ഒരു സൗണ്ട് ആള് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഫെയ്ഡ് ആയി പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. My own flesh in the body of the deer still resonant. സ്പീക്കർ പറയാണ്, സ്പീക്കറിന് ഇപ്പോ ആ ഒരു ഡിയറിനോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാണെന്ന്. ദാറ്റ് ഈസ് ആളിപ്പോഴും മുന്നേ ഉണ്ടായ അതേ ഒരു എക്സ്പീരിയൻസ് ആൾക്ക് ഇപ്പോ സ്റ്റിൽ ലൈവിൽ ആൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ആ ഒരു എൻകൗണ്ടർ ആളിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഐ റിമെമ്പർ ത്രൂ ദ ഫെൻഡർ. മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ ഒരു മെമ്മറി ഇപ്പോഴും എന്താ പറയാ ആളിങ്ങനെ ഓർത്തെടുത്തോണ്ടിരിക്കുകയാണ്. കണക്റ്റഡ് ടു ദ കാർസ് ഫെൻഡർ. ആ ഒരു കാറിന്റെ ഒരു ഫെൻഡറിലൂടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഫെൻഡർ എന്ന് പറയുന്നത് ഇതൊരു അമേരിക്കൻ വേർഡാണ്. ഇത് ഈ കാറിന്റെ ഒക്കെ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടാവില്ലേ, അതിനെയാണ് ഇവിടെ ഫെൻഡർ എന്ന് പറയുന്നത്. അപ്പോ അഗെയിൻ ആള് മുന്നേ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു എൻകൗണ്ടർ ആള് റീക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻസിൽ കണ്ടത്. ദാറ്റ് ഈസ് അത്തരത്തിലൊരു സ്ഥലത്തോട്ട് വുഡ്സ് ഒക്കെ ട്രീസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് ആള് വരുന്നു, കാർ പാർക്ക് ചെയ്യുന്നു, ഹെഡ് ലൈറ്റ്സിലൊക്കെ മൂഡ്സ് വന്ന് ഫിൽ ആയിട്ടിരിക്കുന്നു. ആൻഡ് അതേസമയം ആ ഒരു ട്രീസിന്റെ ഇടയിൽ നിന്നും ഒരു സൗണ്ട്സ് കേൾക്കുന്നുണ്ട്, പലതരം എക്കോസ് കേൾക്കുന്നു, പക്ഷെ അത് ഫെയ്ഡ് ആയി പോകുന്നുണ്ട്. ആൻഡ് രാത്രിയിലെ പല ജീവികളുടെ സൗണ്ട്സ് ആൾ കേൾക്കുന്നു. ആൻഡ് അതേസമയം തന്നെ ആ ഒരു ഡിയറിനോട് ഇപ്പൊ ആൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ലൈക്ക് ദെയർ ഓൺ ബോഡി സ്റ്റിൽ ഫീലിംഗ്. നേരത്തെ നടന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ വീണ്ടും നടക്കുന്നതായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോ ആ ഒരു എൻകൗണ്ടറിന്റെ ആ ഒരു മെമ്മറി ഇപ്പോഴും ആ ഒരു സ്പീക്കർ ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു കൈൻഡ് ഓഫ് ഒരു ഗിൽറ്റ്, ഒരു കുറ്റബോധം ആൾക്ക് ഇപ്പൊ തോന്നുകയാണ്. കാരണം ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആള് ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ഒരു ഡിയറിന്റെ അടുത്ത് പോയിട്ട് അതിന് എന്തെങ്കിലും സംഭവിച്ചോ നോക്കുക, ആ ഒരു മനസ്സ് ഒരു ഭയം കൊണ്ടാണ്. മറ്റൊരാളുടെ എന്താ പറയാ പെയിനിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരാനുള്ള ഒരു ഭയം, ഒരു പേടിയാണ് ആളെ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് വലിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കുറ്റബോധം ആൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ്. ഒരു ഗിൽറ്റ് ആൾക്ക് പതിയെ പതിയെ ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ്. ഇതാണ് ആ ഒരു പോയത്തിന്റെ ഓവറോൾ സമ്മറി. ഓക്കെ, നമ്മൾ ആ ഒരു എല്ലാ ലൈൻസിന്റെയും ആ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഒരു അനാലിസിസ് നമ്മളിനി പറയാനാണെങ്കിൽ ഒരുപാട് ഇമേജറീസ് ഈ ഒരു പോയറ്റിൽ വരുന്നുണ്ട്. ദെൻ ഫസ്റ്റ് സ്റ്റാൻസില് നമ്മൾ ആ ഒരു സ്പീക്കറിന്റെ ഒരു ജേർണി നമ്മൾ കാണുന്നു. ആൻഡ് അവിടെ ഒരുപാട് ഇമേജറീസ് വരുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് ഓഷന്റെ ഒക്കെ ഒരു ഇമേജറി നമ്മൾ കണ്ടു. പിന്നെ അത് ഇവിടെ ബ്ലാക്ക് ഓഷൻ എന്നുള്ളത് കൊണ്ട് നമ്മുടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു മിസ്റ്ററിനൊക്കെയാണ്. പിന്നെ ഐ ഡ്രിഫ്റ്റഡ് ഓഫ് സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ ആ ഒരു സ്പീക്കർ ആ ഒരു തോട്ടിൽ ലോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആളുടെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളോടുള്ള ആളുടെ ഒരു
അറ്റൻഷൻ കുറവാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ആ ഒരു ഡിയറിന്റെ പെട്ടെന്നുള്ള ആ ഒരു മൂവ്മെന്റ് ആ ഒരു സ്പീക്കറിനെ പെട്ടെന്ന് സ്റ്റാർട്ടിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എവിടെയും ആളുടെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ആണ് കാണിക്കുന്നത്. പിന്നെന്താണ്, അതുപോലെ ടിൻറ്റർ ഓഫ് ദ വേർച്ച്, ആ ഒരു സെൻസ് ഓഫ് ഒരു ഫ്രെജിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ആ ഒരു മോത്സിന്റെ അപ്പിയറൻസും ഒരു കൈൻഡ് ഓഫ് ഒരു മിസ്റ്ററി, ഒരു വണ്ടർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു മോത്സ് ആ ഒരു ലൈറ്റിൽ അട്രാക്റ്റഡ് ആവുന്നത് കാണാൻ പറ്റും. അതേസമയം ഈ ഒരു ഇമേജോടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്പീക്കറിന്റെ ഒരു ഐസൊലേഷൻ ആണ്. പിന്നെ എന്താണ്, ട്യൂണിങ് ഇൻ, ആ ഒരു സെൻസ് ഓഫ് ഒരു അറ്റൻഷൻ, ഒരു ഫോക്കസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു a hard attention through boring through my flesh to stroke the bone. അവിടെ ഒരു സെൻസ് ഓഫ് ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇന്റേൺസ്, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ അവയർനെസ് ആണ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, ആ ഒരു സ്പീക്കറിന്റെ ആ ഒരു ഫിസിക്കൽ റിയാക്ഷൻ, ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻസിനോടുള്ള ആളുടെ ഒരു ഫിസിക്കൽ റിയാക്ഷൻ ഇന്റേൺസ് ആയിരുന്നു. പിന്നെ ആളുടെ ഒരു സെൻസ് ഓഫ് ഫിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെന്താണ്, ആ ഒരു സ്പീക്കറിനോടുള്ള ഒരു കൺസേണും നമുക്ക് അതേ സമയം കാണാൻ പറ്റും. പക്ഷേ എന്താണ്, അതിന്റെ ആ ഒരു വേദനയിൽ പങ്കുചേരാനുള്ള ആളുടെ ഒരു പേടിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സ്പീക്കർ അഗെയിൻ ആ ഒരു ഡിയറിനെ കാണുന്നു. ആ ഒരു സ്പീക്കറിന്റെ ആ ഒരു ഇമേജ് ഇവിടെ കാണിക്കുന്നത് ഒരു സെൻസ് ഓഫ് ഫ്രെജിലിറ്റി ആണ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സ്പീക്കറിനെ ആ ഒരു ഡിയറിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആളുടെ ഒരു ഡിസയർ ഇവിടെ ജെനുവൻ ആണ്. ആ ഒരു സെൻസ് ഓഫ് ഒരു എംപതി, കമ്പാഷൻ ഒക്കെ നമുക്ക് ഇവിടെ ആദ്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് അറ്റംപ്റ്റ് ടു ഹെൽപ്പ് ആർ റിവാർഡഡ്, പക്ഷെ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുടെ ഒരു അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഫെയിൽ ആവുന്നു. അപ്പൊ ഒരു സെൻസ് ഓഫ് ഒരു ഫ്രസ്ട്രേഷനും അതിലൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആളുടെ ഒരു എക്നോളജ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ആള് മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമല്ല, ആൾക്ക് ഒരുപാട് ഫിയേഴ്സ് ഉണ്ട്, അത് ആള് കൺഫ്രണ്ട് ചെയ്യാണ്. ആ ഒരു സെൻസ് ഓഫ് ഒരു ഹോണസ്റ്റി, ആ ഒരു സത്യസന്ധതയാണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഇവിടെ ഒരു സ്പീക്കറിന്റെ ഒരു ഫിയർ എന്നോട് പറഞ്ഞത് അത് ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനോടുള്ള ഒരു ഫിയർ അല്ല, പകരം കുറച്ച് ഇന്റേണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫിയർ ആണ് അതിലൂടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ആ ഒരു സ്പീക്കർ ഒരു പെയിനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള, റിലേറ്റ് ചെയ്യാനുള്ള, ഒരു ഡിയറിന്റെ ഒരു പെയിനുമായിട്ട്, വൾണറബിലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള, റിലേറ്റഡ് ആവാനുള്ള ഒരു ഫിയർ, ആ ഒരു സെൻസ് ഓഫ് ഒരു എംപതി, ഒരു കണക്ഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു സമയം നമ്മുടെ സ്പീക്കർ ഇങ്ങനെ ഫ്രോസൺ ആവാണ് അല്ലെ, ആ ഒരു ആക്ഷൻ ആണ് അതിലൂടെ കാണിക്കുന്നത്. ആൻഡ് ആ ഒരു റിവർ ഓഫ് ദ വിൻഡ് എഗെയിൻ അവിടെ ഒരു സെൻസ് ഓഫ് ഒരു മൂവ്മെന്റ്, ഒരു ടർബുലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പീക്കറിന്റെ ആ ഒരു ഡിസിഷൻ, ദാറ്റ് ഈസ് ആ ഒരു അവിടുന്ന് ലീവ് ചെയ്ത് പോവാനുള്ള ആളുടെ ഒരു ഡിസിഷൻ, ആ ഒരു സെൻസ് ഓഫ് ഒരു റെസിഗ്നേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് അതേസമയം നമ്മുടെ സ്പീക്കർ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ആ സ്പീക്കറിനൊന്നും ആ ഒരു ഡിയറിനൊന്നും സംഭവിച്ചു കാണല്ലേ, അത് എന്താ പറയാ എന്നുള്ള ആള് ഹോപ്പ് ചെയ്യുന്നുണ്ട്. അഥവാ അത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാടൊന്നും അത് സർവൈവ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സെൻസ് ഓഫ് ഒരു ഒപ്റ്റിമിസം, ഒരു കമ്പാഷൻ ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് ആള് വീണ്ടും ആ ഒരു വുഡ്സിലോട്ട് പോകുന്നു. മുന്നേ നടന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എൻകൗണ്ടർ ആളും വീണ്ടും ഓർത്തെടുക്കണം. ആ ഒരു സെൻസ് ഓഫ് ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ആ ഒരു മോഡ്സിന്റെ ഒരു ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എഗെയിൻ ആ ഒരു വുഡ്സിന്റെ ഇടയിൽ നിന്നുള്ള ഒരു മിസ്റ്റീരിയസ് പ്രസൻസ് അവിടെ ഇപ്പോഴും അറ്റൻറ്റീവ് ആണ്. സ്പീക്കർ ഇപ്പോഴും അത് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ആ ഒരു സ്പീക്കർ ആ ഒരു വുഡ്സിന്റെ ഉള്ളിൽ ഉള്ള ആളുടെ ഒരു ലോൺലിനെസ് ആണ്, ആ ഒരു ഐസൊലേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് എക്കോ കേൾക്കുന്നു എന്ന് പറയുന്നു. എഗെയിൻ അത് ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു മെമ്മറിയാണ് അതിലൂടെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എഗെയിൻ ആ ഒരു ഡിയറിനോട് ഇപ്പൊ സ്പീക്കറിന് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ല ഒരു സെൻസ് ഓഫ് ഒരു ഡീപ്പ് കണക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ലൈനിലൂടെ. ആൻഡ് ഇവിടെ ഒരു ഫെൻഡർ, നമ്മളൊരു വേർഡ് കണ്ടു, ഒരു കാറിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് ഫെൻഡർ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ആ ഒരു എൻകൗണ്ടറിന്റെ ഒരു എന്താ പറയുക ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു റിമൈൻഡറിനെ സെർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫെൻഡർ എന്ന് പറയുന്ന ഈ ഒരു കാറിന്റെ ഒരു ഭാഗം. ആൻഡ് ആ ഒരു ലൈൻ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു സ്പീക്കറിന്റെ ഓൺ ഗോയിങ് സ്ട്രഗിൾ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് മനസ്സിലാക്കാനുള്ള ആളുടെ ഒരു ഓൺ ഗോയിങ് സ്ട്രഗിളിനെയാണ് അതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, ഓവറോൾ ഈ ഒരു ഫൈനൽ സ്റ്റാൻഡിൽ ആ ഒരു ഡിയറിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പീക്കർ ഹോപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു കഴിഞ്ഞു പോയ ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഒരു അക്സെപ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താണ് ആളുടെ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ഡിയറുമായിട്ട് ഇപ്പൊ ഒരു കണക്ഷൻ, ഒരു എംപതി ആള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ ഒരു സ്പീക്കറിന്റെ ഇമോഷൻസിന്റെയും മെമ്മറിയുടെ ഒക്കെ ഒരു എൻകൗണ്ടറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്പീക്കറിന്റെ ഇമോഷൻസ് ആൻഡ് മെമ്മറീസ് അതിന്റെ ഒക്കെ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഇനി ഇതിനെ നമുക്കൊരു ഇക്കോക്രിറ്റിക്കൽ ആസ്പെക്ട് നമുക്ക് തന്നെ എങ്ങനെ അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മേജർ പോയിന്റ്സ് ആണ് ഹ്യൂമൻ നേച്ചർ ഇന്റർസെക്ഷൻ. ദാറ്റ് ഈസ് ആ ഒരു പോയത്തിൽ കാണാൻ പറ്റും ഹ്യൂമനും നാച്ചുറൽ വേൾഡും തമ്മിലുള്ള ഒരു ഇന്റർസെക്ഷൻ ഈ ഒരു പോയത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആ ഒരു സ്പീക്കറും ആ ഒരു ഡിയർ തമ്മിലുള്ള ഒരു എൻകൗണ്ടർ. ഓക്കെ, പിന്നെ എൻവയോൺമെന്റൽ അവയർനെസ് ഇതിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു നാച്ചുറൽ വേൾഡിലുള്ള ഹ്യൂമൻ ആക്ഷന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, പിന്നെ എംപതി ആൻഡ് കണക്ഷൻ, നേച്ചേഴ്സ് ഏജൻസി, ദ സബ്ലൈം ആൻഡ് ദ അൺനോൺ, ഗിൽറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അല്ലെ, സ്പീക്കറിന് ആ ഒരു ഗിൽറ്റ് തോന്നുന്നുണ്ട് അല്ലെ, താൻ ആ ഒരു ഡിയറിനെ ഞാൻ ഹേർട്ട് ചെയ്തു, അപ്പൊ അതിനൊന്നും സംഭവിക്കരുതേ, അങ്ങനെ അത് ഒരുപാടൊന്നും ബുദ്ധിമുട്ടി കാണല്ലേ എന്നുള്ള ആളുടെ ഒരു ഗിൽറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓൾ ലിവിംഗ് ബീയിങ്, ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ആക്ഷൻ, നേച്ചർ ആസ് എ മിറർ. പിന്നെ ഒരു പോയിന്റ് ആണ് ഇക്കോഫോബിയ ആൻഡ് ഇക്കോഫിലിയ. ദാറ്റ് ഈസ് ഈ ഒരു പോയത്തില് ഇക്കോഫിലയുമായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഇക്കോഫോബിയ? ഇക്കോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് നേച്ചർ, ആൻഡ് ഇക്കോഫിലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഓഫ് നേച്ചർ. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് അതിലൂടെ എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നാച്ചുറൽ വേൾഡുമായിട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള നുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്രേയിലാണ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓവറോൾ ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പോമാണ്. നേച്ചറുമായിട്ടുള്ള ഹ്യൂമന്റെ റിലേഷൻഷിപ്പിനെ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിലൂടെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് എംപതി, റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട്, നാച്ചുറൽ വേൾഡിനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട്, എംപതി, അതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഓവറോൾ ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ പോം പെനിറ്റൻസ് ബൈ ജോൺ ബേൺസൈറ്റ്. അപ്പൊ ഇത്തരത്തില് ഇനിയും പോയംസിന്റെയും അതുപോലെ തന്നെ നോവൽസിന്റെ ഒക്കെ സമ്മറിയും അനാലിസിസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒപ്പം നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊപ്പം നോട്ട്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ തരുന്ന നോട്ട്സ് പോയിന്റ്സ് നിങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ട് എക്സാമിന് എഴുതി നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ.